മഞ്ഞുമൽ ബോയ്സ് എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമ. നമ്മളെല്ലാവരും ഫേവററ്റ് ഡയറക്ടർ ആയിട്ടുള്ള ആവേശത്തിന്റെ ജിത്തു മാധവനാണ് സിനിമ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമ ഇപ്പോൾ റീസെന്റ് റിലീസ് ആകാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ. ബാലൻ ദ ബോയ്. ബാലൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ശബ്ദചിത്രത്തിന്റെ ഉണ്ട്, ഓരോ ഓർമ്മയുണ്ട്. പക്ഷെ ഇത് ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു ഡയറക്ടർക്ക് എത്ര വലിയ ആക്ടറിന് ഡേറ്റ് കിട്ടാവുമായിരുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലാൻഡ്മാർക്ക് പടമാണ്. പക്ഷെ അദ്ദേഹം ഒരു നമ്മൾ സച്ചിൻ ഗോപു വഴി ജിത്തു മാധവന് ഒരു ജിത്തുവിന്റെ കയ്യിൽ ഒരു കഥ ഉണ്ടെന്ന് കേട്ടിട്ട് ആ കഥ തന്നെ സെലക്ട് ചെയ്തിട്ട് എടുത്തതാണ് ഈ സിനിമ. അപ്പൊ ഈ സിനിമ ചെറിയ സിനിമയാണെന്നാണ് അവരെല്ലാവരും പറയണത്. ആക്ടേഴ്സ് വൈസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത പടം അത്ര വലിയ ക്യാൻവാസ് പടമാണല്ലോ. ഇപ്പൊ ട്രെയിലർ വന്നതിന് ശേഷം അത് അത്ര ചെറിയൊരു സിനിമയാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എക്കോ കണ്ട ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ പറയേണ്ട ഇപ്പൊ ജിത്തുമാധവൻ എഴുതിയ കഥയാണ്. ജിത്തുമാധവൻ ശരിക്ക് രോമാഞ്ചത്തിന് ശേഷം ഡയറക്ട് ചെയ്യേണ്ടിയിരുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ അൻവർ റഷീദ് പറഞ്ഞ പ്രകാരം കുറച്ചും കൂടി റഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കണം എന്നുള്ള തരത്തിൽ ആവേശത്തിന്റെ ചെയ്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സിനിമ മലയാള സിനിമയിൽ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ മാതിരി തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നമുക്ക്. അപ്പൊ ഇനി നമുക്കിനി സിനിമയുടെ കാസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മുടെ ഫീമെയിൽ ലീഡ് ആണെങ്കിലും അതുപോലെ തന്നെ ബാലനായിട്ട് അഭിനയിച്ചുള്ള രണ്ടുപേരാണെങ്കിലും കേരളത്തില് ഒരുപാട് സ്ഥലങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ലേഡി ക്യാരക്ടറിന് വേണ്ടിയിട്ട് 3000 പേര് ഓഡീഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടി 60ഓളം സ്കൂളുകൾ ഓഡീഷൻ നടത്തിയിട്ടുണ്ട്. ഇത് ഫർസാന പാൽത്തിങ്കൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളവരാണ്. ബോംബെത്തെ ഒരു മോഡലാണ് ഇതിലെ ലീഡ് ലേഡി ക്യാരക്ടർ. പിന്നെ ആദിശേഷൻ, പിന്നെ മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞിട്ട് ആ ബാലന്റെ വലിയ ക്യാരക്ടർ. പിന്നെ ഇപ്പൊ ഇതിലിപ്പോ പറയാനുള്ളത് അതിപ്പോ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എന്തായാലും അവരെ പറ്റി നല്ല സംസാരിക്കുന്ന എല്ലാരും പറഞ്ഞു കുട്ടിയുടെ ക്യാരക്ടറിനെ പറ്റി. ഇവൻ പടം കണ്ട് പ്രിയദർശനടക്കം എടുത്ത് പറഞ്ഞ ക്യാരക്ടർ അതായിരുന്നു. ഇനി നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ ട്രെയിലറിൽ കണ്ട ആൾക്കാർ എന്ന് പറയുമ്പോ ടോവിനോ തോമസ്. അത് ട്രെയിലറിൽ ഒട്ടും പ്രാധാന്യം ഇല്ലാണ്ട് ഇടയ്ക്ക് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത് കാണിക്കുക. അതേപോലെ തന്നെ ഗിരീഷ് ഷെട്ടി നമുക്ക് വളരെ പ്രിയപ്പെട്ട സംവിധായകൻ, ഒരു ഇൻസ്പെക്ടർ ലെവലുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സംവിധായകൻ ജീൻ പോൾ അല്ലാതെ ഇപ്പൊ നമ്മള് ട്രെയിലറിൽ കണ്ടത് ബീന ആന്റണി, പഴയ ആക്ട്രസ്. അപ്പൊ അവരല്ലാണ്ട് ഇപ്പൊ നമുക്ക് കാസ്റ്റിന്റെ ഒരു ഇതിൽ കാണുന്ന രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ചന്ദ്രശേഖരൻ. അവര് ട്രെയിലറിൽ ഇനിയിപ്പോ അവരെങ്ങനെയാണ് സിനിമയിലൊന്നും നമുക്കറിയില്ല. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ മലയാളത്തിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഫിലിമിന് ശേഷം ചിദംബരം വർക്ക് ചെയ്യുന്ന സിനിമ. ചിദംബരത്തിന്റെ ആദ്യ സിനിമ ജാനവൻ എത്ര ആൾക്കാർക്ക് കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ അത്രയും വിജയമായിരുന്നു, തിയേറ്റർ സക്സസ് ആയിരുന്നു ആ സിനിമ. കുറെ ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടമാണ്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോഴാണ് ഇയാളുടെ ഭാഷ കടന്നിട്ട് ഇയാളുടെ പ്രശസ്തി അതിലേക്ക് പോയത്. അപ്പൊ ഇയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആക്ടറെയും ഡേറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ ഇയാൾ ഈ സബ്ജക്റ്റിൽ തന്നെ ഉറച്ചു നിന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ ശ്രമിച്ചതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജിത്തു മാധവനാണ് സിനിമയുടെ റൈറ്റർ. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആവേശത്തിന് പകരം പുള്ളി തന്നെ എഴുതി സംവിധാനം ചെയ്യാൻ പറ്റിയ സിനിമ ആയിരുന്നത്. പിന്നീട് അൻവർ റഷീദൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി പിന്നീട് ആവേശത്തിന് എടുത്തത്. അതിനുശേഷം പുള്ളി സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയായിരുന്നു പൈങ്കിളി. അതിൽ വലിയ വിജയമായില്ല. അത് പിന്നെ ജിത്തു മാധവൻ കൈൻഡ് ഓഫ് പടം കൂടി ആയിരുന്നില്ല. അപ്പൊ ഈ ഒരു പടത്തിന്റെ കാര്യം പറയുമ്പോൾ പൈങ്കിളിയേക്കാൾ നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ പോലും ഒക്കെ ബെറ്റർ ആയിരിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും സിനിമ എന്തായാലും നന്നായിരിക്കട്ടെ. പുള്ളിയുടെ ഒരു ബെഞ്ച് മാർക്ക് സ്ക്രിപ്റ്റ് ആയിരിക്കട്ടെ. ഷൈജു ഖാലിദ് ഫ്രെയിംസ്, അത് മലയാള സിനിമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു DOPയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം മലയാള സിനിമയുടെ വളർച്ചയിലും പുതിയ ന്യൂജൻ ഫിലിംസിന്റെ വളർച്ചയിലും ഷൈജു ഖാലിദിനുള്ള പങ്ക് ഭയങ്കര വലുതാണ്. ന്യൂജൻ വേവ്, ട്രാഫിക് തുടക്കം അദ്ദേഹത്തിന്റെ. അതിനുശേഷം വന്ന സിനിമകൾ ഒരുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷിഖ് കപൂറിന്റെ സിനിമകൾ, സാൾട്ട് ആൻഡ് പെപ്പർ, 22 FK മുതലുള്ളതും, പിന്നെ അതേപോലെ തന്നെ EMIO പോലുള്ള, മഹേഷിന്റെ പ്രതികാരം പോലുള്ള, അഞ്ചാം പാതിര പോലുള്ള ഫ്രെയിംസ് അദ്ദേഹത്തിന്റെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചിദംബരത്തിന് മുൻ പടം മഞ്ഞുമൽ ബോയ്സ് അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് വർക്ക് നമുക്ക് അടിപൊളിയായിട്ട് പ്രതീക്ഷിക്കാം. സിനിമയിൽ പിന്നെ എടുത്ത് പറയേണ്ട കളറിസ്റ്റിന്റെ കാര്യമാണ്. ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ കളർ പാറ്റേൺ ട്രെയിലറിൽ തന്നെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട്. അപ്പോൾ അതും ഭയങ്കര റെക്കഗ്നീഷൻ കിട്ടുന്ന ഞാൻ വിചാരിച്ചു. സുഷിൻ ശ്യാം കഴിഞ്ഞ പ്രാവശ്യം പാട്രിയറ്റിന്റെ വീഡിയോ ചെയ്ത സമയത്ത് സുഷിന്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷിന്റെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലേക്ക്, അതായത് ബാലൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്ന സമയത്ത് സിനിമ ഒരു ഓഫ് ബീറ്റ് മൂവിയാണ്. അപ്പൊ ഇതിലേക്ക് സുഷിൻ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ തരത്തിൽ സുഷിന്റെ വർക്കിനെ കാണാൻ പറ്റും. കാരണം
കഴിഞ്ഞ വർഷം വന്ന ഉള്ളൊഴുക്ക് സുഷിന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കായിരുന്നു. കാരണം ഓഫ് ബീറ്റ് മൂവീസിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഈ സിനിമ എന്തായാലും നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. വിവേക് ഹർഷനാണ് സിനിമയുടെ എഡിറ്റർ. ഭൂരിഭാഗം എല്ലാ സിനി ഫാൻസിന്റെ ഒരു ഫേവറേറ്റ് എഡിറ്റർ ആയിരിക്കും പുള്ളിക്കാരൻ. ഇപ്പൊ പുള്ളി ഇതിനു മുമ്പ് ചെയ്ത പടങ്ങൾ നോക്കുമ്പോൾ നമ്മളെ റൈറ്ററാന്ന് തന്നെ ആവേശത്തിലും മഞ്ഞുമൽ ബോയ്സിലും പുള്ളി എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 സംവിധായകരുടെ സ്ഥിരം എഡിറ്ററാണ് പുള്ളി. ഇപ്പൊ നമ്മുടെ അമൽ നീരദിന്റെ ബിഗ് ബി, ഭീഷ്മപർവം, അൻവർ, വരത്തൻ ഈ സിനിമകളൊക്കെ പുള്ളി എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക് സുബ്ബരാജിന്റെ ഒട്ടുമിക്ക പടങ്ങളും പുള്ളി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പേട്ട, ഇറേബി, മഹാൻ, ജിഗർ ദണ്ഡ ഇതൊക്കെ വിവേക് ഹർഷൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ടെക്നിക്കലി പടം നന്നാവുന്നൊരു ഉറപ്പാണ്. അപ്പൊ എന്തായാലും പുള്ളിയുടെ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവും എക്സ്പെക്ട് ചെയ്യുന്നത്. അജയൻ ചാലിശ്ശേരിയാണ് പടത്തിലെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് വരുന്നത്, നമ്മുടെ നാട്ടുകാരൻ. അപ്പൊ പുള്ളി ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ് ചിദംബരത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റ് വർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയത് പുള്ളിയുടെ വർക്ക് കണ്ടപ്പോഴാണ്. അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയില് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ദുലാൽ കവീദാണ്. പുള്ളി പോർത്തഴിൽ അതുപോലെ തന്നെ അങ്കമാലി ഡയറക്ട്സിലൊക്കെ ആർട്ട് വർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ സിനിമ വന്ന സമയത്ത് കിട്ടിയ റെക്കഗ്നേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സിനിമയ്ക്ക് അതുപോലെ തന്നെ ഗംഭീരമാണെന്ന് വിചാരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു സിനിമ എടുത്തതിന് ശേഷം ചിദംബരത്തിന് ഇവിടുത്തെ ടോപ്പ് ടയർ ഏത് ആക്ടറിന്റെയും ഡേറ്റ് കിട്ടുന്ന ഒരു തരത്തിലായിരുന്നു. പല ആക്ടേഴ്സിനായിട്ടുള്ള മൂവി വരുന്നു പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ഇങ്ങനെ ഒരു കഥ കിട്ടിയ ഒരു പ്ലോട്ട്, അതായത് ഒരു സിനിമ അടുത്ത സിനിമയായിട്ട് ബന്ധമുണ്ടാവുന്ന മാത്രമേ. അപ്പൊ അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ഇതിൽ പ്രേക്ഷകന് ഒരു പുതിയ അനുഭവമായിട്ട് ഒരു സിനിമ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാണ്ട് ഇത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ 2ാം ഭാഗമോ അതിന്റെ തുടർച്ചയൊന്നുമല്ല. ഇതിൽ നമ്മൾ വലുതായിട്ട് അനുഭവിക്കാൻ പോകുന്ന ഒരു സാധനം തിയേറ്ററിലുള്ള സംഗതിയാണ്. അതായത് പലവിധ കമന്ററികൾ ഇപ്പൊ അത് വളരെ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ മഞ്ഞുമൽ ബോയ്സിന്റെ പല ഡയലോഗും ഇതിൽ ആൾക്കാർ ഇരുന്ന് പറയോ ഈ ഫ്രം ദ ഡയറക്ടർ ഓഫ് മഞ്ഞുമൽ തന്നെയാണ് അയാൾക്കുള്ള ബാഗേജ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതും അതുമാതിരി ഈ സിനിമ ഇല്ല, അതുപോലെ ഈ സിനിമ ആയിട്ടില്ല എന്നുള്ളതിനൊക്കെ ഇത് വേറൊരു സിനിമ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മള് റീസെന്റ് ഏത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓഡിയൻസ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരും അറിയണ ആൾക്കാരും സിനിമയിൽ കാണാൻ വരുന്നുണ്ടാവും. സിനിമ വരുന്നു കാണാൻ വരുന്നൊക്കെ അവരോരോ. പക്ഷെ മറ്റുള്ളവർ ആസ്വാദനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് പ്രവർത്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്.